ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ആരോട് കൂടിയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈസിയാണ് ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണേ. ഞാനിവിടെ പച്ചരി എടുക്കുന്നുണ്ട്. 1 കപ്പ് പച്ചരിയാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതലായിട്ട് വേണമെങ്കിൽ 2 കപ്പ് യൂസ് ചെയ്യാം. ഞാനിവിടെ 1 കപ്പാണ് എടുക്കുന്നത്. അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു 2-3 മണിക്കൂർ ഒന്ന് കുതിർത്തെടുക്കാം. 2-3 വെള്ളം കഴുകിയിട്ട് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3-4 മണിക്കൂറായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഏലക്ക ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുത്താലും മതി. ഒരു 2-3 നുള്ള് ജീരകവും ചേർത്തിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇതിന് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ലപോലെ തന്നെ അരച്ചിട്ട് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 നുള്ള് ബേക്കിംഗ് സോഡ ചേർക്കാം. ടേസ്റ്റ് ബാലൻസ് ആവാനായിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 1 കപ്പ് ശർക്കര എടുത്തിട്ട് ഒരു പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇതിനെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. ഇത് തരികളോ എന്തെങ്കിലും കരടുണ്ടെങ്കിൽ അരിച്ചിട്ട് വേണം ഈ ഒരു മാവിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ചൂടോടെ തന്നെ മാവിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തുകൊണ്ട് വേണം ഇത് ഒഴിക്കാനായിട്ട്. അല്ലെങ്കിൽ ഈ ചൂട് ശർക്കരപ്പാനി ഒഴിക്കുമ്പോൾ മാവ് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. പാനി മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അങ്ങ് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഈ ചൂട് ശർക്കരപ്പാനി ചേർക്കുമ്പോൾ കുറച്ചൊന്ന് ചെറുതായിട്ട് ബബിൾസൊക്കെ വരും. ഈ ഒരു പാകത്തിനാണ് വേണ്ടത്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നെയ്യ് കുറച്ച് മതിയെങ്കിൽ കുറച്ച് മാത്രം യൂസ് ചെയ്യാം. നെയ്യൊന്ന് നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ചേർത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് കുറച്ചൊന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി ഒന്ന് വട്ടത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് ചേർക്കേണ്ടത്. അപ്പോൾ തേങ്ങാക്കൊത്ത് ഒരുവിധം ഒന്ന് ചൂടായി കുറച്ചൊന്ന് മൂത്ത് വന്നാൽ മതി. ഒരുപാട് കളറൊന്നും മാറിപ്പോകണ്ട. എന്നിട്ട് ഇതിലേക്ക് ഈ ഒരു അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളിയും തേങ്ങാക്കൊത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇപ്പോൾ കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് മീഡിയം ഹൈയിലിട്ടിട്ട് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെക്കണം. ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ചൊന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. നന്നായിട്ട് ആ മാവ് മിക്സ് ആക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് മുകളിൽ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ തേങ്ങാക്കൊത്തും അതുപോലെ ചെറിയ ഉള്ളിയുടെയും ആ ഫ്രൈ ആക്കിയിട്ടുള്ളത് കുറച്ച് മാറ്റി വെച്ചിട്ട് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്താലും മതി. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, മൊത്തത്തിൽ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് അടിഭാഗം ഒന്നും കരിയാതെ കിട്ടാനായിട്ട് ഞാനൊരു പാൻ അടിയിൽ വെച്ചിട്ട് പാനൊന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് പിന്നീടൊന്ന് ലോയിലേക്ക് ആക്കി വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. പാൻ ചൂടായി കഴിഞ്ഞപ്പോൾ ഫ്ലെയിം തീരെ കുറച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു 10-15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. നിങ്ങളെടുക്കുന്ന പാനിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് കുക്കിംഗ് ടൈമിലൊക്കെ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ നോക്കിയിട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ ഏതെങ്കിലും കമ്പി വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ ഇത് കുക്കായിട്ടുണ്ട്. ഇനിയൊരു കുറച്ച് നേരം ഒന്ന് ചൂടാറിയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ചെറിയ കുക്കറിൽ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അത്യാവശ്യം ചൂടോടെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അടിഭാഗം ഒന്നും ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ലൊരു കളറിൽ വന്നിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റുള്ള കലത്തപ്പമാണ്. ചൂട് നന്നായിട്ട് പോയിട്ട് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റാണ്, അതുപോലെ നന്നായിട്ട് ഇങ്ങനെ ആരൊക്കെ വന്നിട്ടുള്ള കലത്തപ്പമാണ്.
കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ്. മധുരമൊക്കെ നല്ല കറക്റ്റ് പാകത്തിനാണ് ഈ ഒരു കൽത്തപ്പത്തിനുള്ളത്. ഇത് നല്ല സോഫ്റ്റായിട്ടുമാണുള്ളത്. നിങ്ങൾ എന്തായാലും ഒരു തവണ ഇതുപോലെ ട്രൈ ആക്കി നോക്കുക, എന്തായാലും ഇഷ്ടമാവും. ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്